ഈ ഒരു ബോർഡറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ വാച്ച് കൂടെ ഒന്ന് ആഡ് ചെയ്തു. സ്ലീവ്സ് ആണെങ്കിൽ ലെഗ് റെഗുലർ. ഒന്നാമത്തേത് ഈ ഒരു കളർ ഏതൊരു സ്കിൻ ടോണും ചെയ്ത് നല്ല ഒരു സിമ്പിൾ വർക്കാണ് ഈ ഒരു നെക്കിന്റെ ഭാഗം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നല്ല അടിപൊളി കോഡ് സെറ്റിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ ഇതാണ് കോഡ് സെറ്റ്. ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്തതാണ്, ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ദെൻ വന്നിട്ട് ഇതാണ് നല്ല അടിപൊളി ഒരു ബേജ് കളറായിട്ടാണ് വന്നിട്ട് പാൻ്റ് ആണെങ്കിൽ പാൻറ്റും ഈസ് പാൻറ് and this one is top. ഓക്കെ, ഫസ്റ്റിലെ ഇതിൻ്റെ ക്വാളിറ്റി പറയാം, അടിപൊളി ക്ലോത്ത് ആണ്, നല്ല അടിപൊളി കോട്ടൺ ക്ലോത്ത്. സ്ലീവ്സ് വന്നിട്ട് റെഗുലർ സ്ലീവ്സ് ആണ്. ദെൻ സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു കളർ ഏതൊരു സ്കിൻ ടോണും ചേരും. നല്ല ദെൻ പാൻറ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ട് റെഗുലർ ലെങ്ത് ആണ്. ടോപ്പ് വന്നിട്ട് ഒരു ഓപ്പൺ ടോപ്പ് വന്നിട്ട് ഈ ഒരു പ്രിന്റ് വന്നിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിലും പിന്നെ ഒരു സ്ലീവ്സിൻ്റെ എൻഡിലുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. ദെൻ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഭംഗി തോന്നും. ബാക്കിയൊക്കെ പ്ലെയിൻ ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഈ ബോട്ടമിൻ്റെ എൻഡിലാണെങ്കിലും ഈ ഒരു പ്രിന്റ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് വെയർ ചെയ്ത് കാണിക്കാം. ദെൻ ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ടോപ്പിന് ഈ ഒരു ലെങ്ത്തിൽ സ്ലീവ് വന്നിട്ടാണ് എനിക്ക് ഒന്നുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. ഫുള്ള് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ദെൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ എടുത്ത് പറയേണ്ടത് ഈ ക്ലോത്തിൻ്റെ ക്വാളിറ്റി, ഇതാണ് ക്ലോത്താണ്, നമുക്ക് എത്ര വേണമെങ്കിലും അലക്കിയിടാം, ഒന്നും ആവത്തില്ല എന്ന് പറയാം. ദെൻ ഇതാണ് വെയർ ചെയ്തിട്ടുള്ള ലുക്ക്. ഇത് ഇത്തിരി ഓവർ സൈസാണ്, കാരണം ഞാൻ എപ്പോഴും വാങ്ങുമ്പോൾ ഇച്ചിരി വലിയ സൈസാണ് വാങ്ങല്. ഒന്നാമത്തേത് വീട്ടിൽ ഉമ്മാക്കാണെങ്കിലും താത്താക്കാണെങ്കിലും ഇടാന്നുള്ളൊരു രീതിക്കും, മറ്റേത് പിന്നെ വലിയ സൈസ് വാങ്ങിയാൽ പിന്നെ നമുക്കത് ഒന്നുകൂടെ നമ്മുടെ സൈസ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാലോ എന്നുള്ള മൈൻഡിലും കൂടിയിട്ടാണ് അവർ വലിയ സൈസ് വാങ്ങുന്നത്. ദെൻ ഇതാണ്, ഫുള്ള് കാണുന്നുണ്ടോ അറിയത്തില്ല. ദെൻ ഇതാണ് ഡ്രസ്സ് വെയർ ചെയ്തിട്ടുള്ളത്. ഇതിന് കൂടെ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ഇയറിങ്സും പിന്നെ ഒരു വാച്ചും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, ഭംഗിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഇയറിങ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ അവിടെ സുഡിയോന്ന് വാങ്ങിച്ചതാണ്. ഇത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കുർത്തി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓർഡർ ചെയ്ത ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അത് തന്നെയാണ് വരുന്നതെന്ന്. ഓക്കെ, പക്ഷേ വന്നപ്പോൾ ഇത്രയും എനിക്ക് ലൈക്ക് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഒരു ഇയറിംഗ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ വാച്ച് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ വീണ്ടും ഞാൻ പറയുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ എന്തെല്ലാം ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് സിമ്പിളായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് വെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു ഡ്രസ്സ് തന്നെയാണ് ഇത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മീഷോയിൽ ഇത്രയും നല്ല കുർത്തീസ് ഉണ്ടെന്ന് അറിയുന്നത് ഇങ്ങനത്തെ ഓരോ കുർത്തീസ് നമ്മൾ ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ദെൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ കോളേജ് വെയർ ആയിട്ട് ഓഫീസ് വെയർ ആവട്ടെ എവിടെയെങ്കിലും സിമ്പിളായിട്ട് വെയർ ചെയ്ത് പോകാൻ ഒരു മസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയുന്നത്. ഈ കോഡ് സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ലവ് യു.